Watch India's largest kids library only on Jio Hotstar. Download the app now. എന്ത് പറ്റി? അതെ, ലോകത്തിൽ നിന്ന് ബയോപിക് സിനിമകളാണ് കൂടുതലും വിജയിക്കുന്നത്. ഞാനും അതുപോലെ ഒരു ബയോപിക് എഴുതാൻ പോവുകയാണ്. എന്നിട്ട് അതൊരു സിനിമയാക്കുകയും ചെയ്യും. പക്ഷേ എങ്ങനെ ആരെ കുറിച്ചാണ് ഞാൻ എഴുതുക? ചേട്ടാ മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ, ഞാൻ എത്ര വലിയ സയന്റിസ്റ്റ് ആണ്. എന്നെ കുറിച്ച് വേണമെങ്കിൽ സിനിമ എടുത്തു. എന്റെ ചേട്ടാ, എന്റെ സമോസ ലോകം മുഴുവനും ഫേമസ് ആണല്ലോ. എന്റെ ആത്മകഥ എഴുതൂ. എന്റെ അമ്മ മോട്ടു, എന്റെ ധൈര്യത്തിനെ കുറിച്ച് എഴുതണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ പിടിച്ച് ജയിലിനകത്തിടും. വേറൊരാളെ വെച്ച് പടം എടുക്കാൻ പാടില്ല. ഞാൻ നിങ്ങളോട് മര്യാദയ്ക്ക് പറയാ, നിങ്ങൾ എന്നെ വെച്ച് പടം എടുക്കൂ. പക്ഷെ ബോക്സർ ചേട്ടാ, നിങ്ങളെ കുറിച്ച് എന്ത് എഴുതാനാ? ഞാൻ വലിയൊരു പ്രശസ്തനായ ബോക്സറാണ്. ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഇത്രയും വലിയൊരു ബോക്സറായി മാറിയത്. ഞാൻ കാരണം ഫുർഫുരി നഗരം പ്രശസ്തമായി മാറിയില്ലേ. നിങ്ങൾ എന്നെ ജീവിതത്തിൽ എഴുതണം, അത് സിനിമയാക്കിയാൽ മതി. പറഞ്ഞത് മനസ്സിലായോ? പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടേണിംഗും ഇല്ല, ഒരു ട്വിസ്റ്റും ഇല്ലല്ലോ. കുറച്ചൊക്കെ മസാല ഉണ്ടായാലല്ലേ അതിനൊരു സ്വാദുണ്ടാവും. അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ നിങ്ങൾ എഴുതിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇല്ലെങ്കിൽ ഒരു സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ബോക്സറിന്റെ ബയോപിക് എനിക്കൊരിക്കലും എഴുതാൻ ഉദ്ദേശമില്ല. അതെന്ത് തന്നെ സംഭവിച്ചാലും ശരി. എന്റെ അമ്മ രക്ഷിക്കണേ. ചേട്ടാ മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ നീ ബോക്സർ ചേട്ടനെ കുറിച്ച് ബയോപിക് എടുത്താൽ അത് സൂപ്പർ ആയിട്ട് ഓടും. പൊളിച്ചെടുത്തല്ല. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ബോക്സർ ചേട്ടനെ പോലെ ഒരു മഹാനെ ഞാൻ കണ്ടിട്ടേ. എന്റെ അമ്മോ, ബോക്സർ ചേട്ടൻ ഒരു മഹാനാണ്. മഹാനേക്കാൾ വലിയ മഹാനാണല്ലോ. നിങ്ങൾ എന്തുകൊണ്ടാ ഇങ്ങനെ ബോക്സർ ചേട്ടൻ നമ്മുടെ പുറകിലുള്ളത് പോലെ തന്നെ സംസാരിക്കുന്നേ? ചേട്ടാ മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ, ബോക്സറിനെ പോലെ ഒരു മനുഷ്യൻ ഈ ലോകത്ത് എവിടെയും ജനിച്ചിട്ടില്ല. ദയവേത് പറയാണ്, ആളുടെ ബയോപിക് എടുക്ക്. അങ്ങനെയാണോ? ഞാൻ മഹാനല്ലേ? പറയൂ, ഞാൻ മഹാനല്ലേ? പറയൂ, ഞാൻ മഹാനാണോ അല്ലയോ? അതിനിപ്പോ ഒരു തീരുമാനം ഇടയ്ക്ക് തരാം. സിംഗം സാർ, ഞാനിപ്പോ പോകുന്നു. നിങ്ങൾ ഇവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കോ. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെന്താ ചെയ്യാന്നറിയോ? എഴുതിക്കോളാം ബോക്സർ ചേട്ടാ, തീർച്ചയായിട്ടും എഴുതിക്കോളാം. നിങ്ങൾ ചെല്ലു. പത്തുലു എഴുത്തും ജോലിയൊക്കെ എനിക്ക് തന്നേര് കേട്ടോ. നീ പിന്നീട് അത് കറക്റ്റ് ചെയ്താ മതി. ഓക്കെ, ഞാനൊരു ഏകാന്തമായ സ്ഥലത്ത് പോയിരുന്ന് ശാന്തമായിരുന്നു എഴുതട്ടെ പത്തുലു. എടോ, മിണ്ടാതിരിക്കൂ. ഞാൻ ബയോപിക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ബയോപിക് ഓടിക്കോ. നമ്മുടെ ഏരിയയിൽ വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നോ? വാ, നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. ഓടിക്കോ. എന്റെ അമ്മ, രക്ഷിക്കണേ. എന്താ മോട്ടു, എന്റെ ജീവിതത്തിൽ എഴുതിയോ ഇല്ലയോ? പെട്ടെന്ന് പറയേ. ബോക്സർ ചേട്ടാ, ഞാൻ നിങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ പോയിരിക്കായിരുന്നു. റിസർച്ച് ഇപ്പോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇപ്പൊ അത് എഴുതിക്കൊണ്ടിരിക്കുക. എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്? അത് ആദ്യം ഒന്ന് വായിക്കേ, ഞാനത് കേൾക്കട്ടെ. കേൾപ്പിക്കാം. ബോക്സർ ചേട്ടന്റെ കുട്ടിക്കാലം എന്നത് വളരെ വിഷമതകൾ നിറഞ്ഞതായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ വികൃതിയുടെ കൂമ്പാരമായിരുന്നു അദ്ദേഹം. കയ്യിൽ കിട്ടിയവരെയൊക്കെ തല്ലിക്കൊല്ലുന്ന ഒരു സ്വഭാവം. പാവപ്പെട്ടവരുടെ കാശടിച്ചു മാറ്റുക, മനസാക്ഷിയില്ലാതെ മറ്റുള്ളവരോട് പെരുമാറുക ഈ ബോക്സറിന്റെ ഒരു ഹോബി ആയിരുന്നു. എല്ലാവരും ഈ ബോക്സറിൽ നിന്നും ദൂരെ നിൽക്കുവാനായിരുന്നു ആഗ്രഹിച്ചതും. മോട്ടു നിർത്തിക്കോ, അല്ലെങ്കിൽ ഫയർ ബ്രിഗേഡിനെ വിളിക്കേണ്ടി വരും. നിർത്തിക്കോ. ഞാൻ എന്റെ അത്രയ്ക്ക് മോശക്കാരനാണോ? എന്നെ മോശക്കാരനാക്കിയല്ലേ?
ചെറുപ്പത്തിൽ ഞാൻ അത്ര മോശക്കാരനായിരുന്നോ? പറയേ, നീ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? പറയേ. വലിയേട്ടാ, ട്വിസ്റ്റ് ഉണ്ടാക്കിയായിരുന്നു ഞാൻ. ട്വിസ്റ്റ്. ബോക്സർ ചേട്ടാ, കുട്ടിക്കാലത്ത് മഹാക്രൂരനായ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു. ആ ആക്സിഡന്റിൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. ഇനി അങ്ങോട്ട് ഞാൻ ബോക്സിംഗ് ചെയ്യണോ അല്ല വേറെ വല്ലതും ചെയ്യണോ എന്ന്. അത് ശരി, അങ്ങനെയായിരുന്നോ കാര്യം? ഓക്കെ, ഐ എം സോറി, വെരി സോറി. ധൈര്യമായിട്ട് എഴുതിക്കോ. ഞാൻ പോവുകയാണ്. ഞാൻ പോയിട്ട് പിന്നെ വരാം, എന്നിട്ട് ബാക്കി കേൾക്കാം. ഓക്കെ, ധൈര്യമായിട്ട് എഴുതിക്കോ. അപ്പൊ മോട്ടു ബോക്സറിനെ കുറിച്ചാണോ കഥ എഴുതുന്നത്? എന്റെ ക്രിമിനൽ ബുദ്ധിയിൽ ഒരു സൂപ്പർ ഐഡിയ വന്നുകൊണ്ടിരിക്കുന്നുണ്ടടാ. ബോക്സർ ചേട്ടാ, മോട്ടു പത്ലു എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നെന്ന് വെച്ചാൽ നിങ്ങളെ കുറിച്ച് തെറ്റായിട്ടാണ് അവർ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ അടുത്ത് അവർ നല്ലത് മാത്രമേ പറയുള്ളൂ. പക്ഷേ പടം എടുത്തു കഴിഞ്ഞാലേ അറിയുള്ളൂ അതിൽ നിങ്ങളെ കുറിച്ച് വില്ലനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അവരെന്താ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് അറിയോ? നിങ്ങൾ എപ്പോ നോക്കിയാലും എല്ലാവരും തല്ലിക്കൊണ്ടിരിക്കുകയാണത്രേ. അതുകൊണ്ട് പ്രതികാരം വീട്ടാൻ പോവാ. അതെ, എന്റെ കാതുകൊണ്ട് കേട്ടതാ. വേഗം പുറപ്പെടൂ. ബോട്ടുപതിൽ പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് വരൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകൂ. എന്നിട്ട് സന്തോഷമായിട്ട് എഴുതൂ. അതെ, കൊള്ളാലോ കൊള്ളാലോ. ബോക്സർ ചേട്ടൻ ആദ്യമായിട്ട് നമ്മളെയൊക്കെ ചായ സൽക്കാരത്തിന് വിളിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോവാം. വരൂ. അതെ, ഞങ്ങൾ എന്തിനാ ഇപ്പൊ തല്ലിയത്? ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങൾ എന്നെ പറ്റി വീണ്ടും തെറ്റായ കാര്യങ്ങളാണ് എഴുതുന്നത്. പടത്തിൽ എന്നെ വില്ലനാക്കി മാറ്റിയാണല്ലേ? എന്താ മിണ്ടാത്തത്? മറുപടി പറയേ. എന്റെ ബോക്സർ ചേട്ടാ, ഇതൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞത്? ആ ജോൺ ആണ് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. മനസ്സിലായോ? ജോൺ ആണ് പറഞ്ഞത്. ബോക്സർ ചേട്ടാ, നിങ്ങൾക്ക് അറിയാലോ ജോൺ നമ്മളെ തെറ്റായിട്ട് എന്തെങ്കിലും പറയുമെന്ന്. അതുകൊണ്ടാണ് അവന് ഞങ്ങൾ നിങ്ങളുടെ ബയോപിക് ഉണ്ടാക്കുന്നതിൽ താല്പര്യമില്ല. അത് ശരി, അങ്ങനെയായിരുന്നോ? ഐ എം സോറി, ഐ എം സോറി. കിട്ടിപ്പോയി. അതെ മോട്ടു, എന്തായി? എന്റെ കഥ എഴുതിയോ ഇല്ലയോ? കഴിഞ്ഞ എന്റെ ബോക്സർ ചേട്ടാ, എല്ലാം ഒരുവിധം കഴിഞ്ഞു. ഓക്കെ, പറയൂ, കേൾക്കട്ടെ. എങ്ങോട്ട് പോവാം? എങ്ങോട്ട് പോവാം? ഇവിടെ ഇരിക്കാം. ഞാൻ ഇവിടുന്ന് പറയാം. നിങ്ങൾ അല്ലെങ്കിൽ എന്നെ വല്ലാണ്ട് ഇടിക്കും. എന്റെ കയ്യിൽ മൈക്കുണ്ട്. എങ്കിൽ ശരി, നമുക്ക് തുടങ്ങാം. കുട്ടിക്കാലത്ത് ബോക്സർ എല്ലാവരെയും പിടിച്ചിടിക്കുമായിരുന്നു. ജനങ്ങളുടെയൊക്കെ ഒരു പേടി സ്വപ്നമായിരുന്നു ബോക്സർ. ട്വിസ്റ്റ് വരും, മുന്നോട്ട് പോകുമ്പോ ട്വിസ്റ്റ് വരും. ബോക്സർ ആദ്യമൊക്കെ പെൻസിലും ബുക്സും ഒക്കെ ആയിരുന്നു മോഷ്ടിക്കാറ്. പിന്നീട് ആ മോഷണമൊക്കെ വലിയ വലിയ മോഷണത്തിലായിരുന്നു പോയി നിന്നത്. അങ്ങനെ ഒരു ദിവസം ഈ ബോക്സർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണവും മോഷ്ടിച്ചു. എന്താ പറഞ്ഞേ? ഞാൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം മോഷ്ടിച്ചിട്ട് ഓടിപ്പോയെന്നോ? ഇത് എപ്പോഴാണ് സംഭവിച്ചത്? എങ്ങനെ സംഭവിച്ചു? പറയേ, നീ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ബോക്സർ ആ ഹോട്ടലിന്റെ പൂട്ട് പൊട്ടിച്ചകത്തേക്ക് കയറി. എന്നിട്ട് ഒരു മനസാക്ഷിയുമില്ലാതെ അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണം മുഴുവനും മോഷ്ടിച്ചു കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ മോഷ്ടിച്ചോടി ആ ബോക്സറിനെ ആ ഹോട്ടൽ മുതലാളി കാണാനും ഇടയായി. അത് കണ്ടുനിന്ന ജനങ്ങൾ മുഴുവനും കള്ളൻ കള്ളൻ, ബോക്സർ ഒരു കള്ളൻ എന്ന് വിളിച്ചു കൂവുകയായിരുന്നു. പക്ഷേ ബോക്സർ നിന്നില്ല. പോലീസ് വിസിലടി തുടങ്ങി. എന്നിട്ടും ബോക്സർ നിന്നില്ല. അങ്ങനെ ഓടിത്തളർന്ന ബോക്സർ ഒരു സ്ഥലത്ത് വന്നു നിന്നു. പുറകിൽ ഓടി വന്നവരും അദ്ദേഹത്തിന്റെ പുറകിലായി വന്നു നിന്നു. എല്ലാവരുടെ കയ്യിലും മാരകായുധങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവരും വിളിച്ചു കൂവാൻ തുടങ്ങി, തല്ല് തല്ലി കൊല്ലവനെ. ബോക്സർ ചേട്ടാ, നിങ്ങൾ എങ്ങനെയാ മുകളിലേക്ക് വന്നത്? അല്ല, നീ താഴോട്ടാണ് വന്നത്. വായിക്കാനല്ലേ പറഞ്ഞത്? ആ സമയത്ത് പട്ടിണിപ്പാവങ്ങളായ കുറച്ച് കുഞ്ഞുങ്ങൾ ബോക്സറിന്റെ അടുത്തേക്ക് വന്നു. ബോക്സർ അവർക്കൊക്കെ ഭക്ഷണം വാരിക്കോരി കൊടുത്തു. എന്നിട്ട് കുഞ്ഞുങ്ങളോട് സ്നേഹത്തോടെ പറഞ്ഞു, ചെല്ല്, നിങ്ങളൊക്കെ അതിനകത്ത് പോയിരുന്ന് കഴിച്ചോളൂന്ന്. അപ്പോഴാണ് വന്നവർക്ക് പിടികിട്ടിയത് ഈ ബോക്സർ
അനാഥ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തു വളർത്തുന്ന ഒരു നല്ല മനുഷ്യനാണെന്ന്. അദ്ദേഹത്തിന്റെ പാറ പോലെയുള്ള ശരീരത്തിനകത്ത് സ്നേഹം മാത്രം നിറഞ്ഞു കിടക്കുന്ന ഒരു മനസ്സുണ്ടെന്ന്. ദേഷ്യം കൊണ്ടുവന്ന ജനങ്ങൾ മുഴുവൻ ബോക്സറിനെ സ്നേഹിക്കുവാൻ തുടങ്ങി. അങ്ങനെ അവരൊക്കെ ബോക്സറിനെ ഒരു പ്രൊഫഷണൽ ബോക്സറുമാക്കി മാറ്റി. അങ്ങനെ ബോക്സിംഗിലൂടെ ഈ കുട്ടികൾക്ക് വേണ്ടി ബോക്സർ കാശുണ്ടാക്കാനും തുടങ്ങി. ബോക്സർ ചേട്ടൻ അങ്ങനെയാണ് ഒരു ബോക്സറായി മാറിയത്. എവിടെ എവിടെ എന്റെ പാവം കുട്ടികൾ? എന്തിനാ പോട്ടു നീ എന്നെ ഇങ്ങനെ കരയിക്കുന്നത്? എന്ത് ഗംഭീരമായിട്ടാണ് നീ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ മോട്ടു, നീ എന്റെ സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാക്കിയെന്ന് എന്നോട് പറയൂ. ഞാൻ നിന്നോട് ഇക്കാര്യം ഇതുവരെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ. ചേട്ടാ, എന്റെ ചക്കേന്റെ ബ്രോ മോട്ടു ധാരാളമായിട്ട് മസാല മിക്സ് ചെയ്തിട്ടുണ്ട്. വലിയേട്ടാ, ഇതൊന്നും മസാലയല്ല. ഞാൻ ബോക്സർ ചേട്ടനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴായിരുന്നു എനിക്കൊരു സത്യം മനസ്സിലാക്കാൻ പറ്റിയത്. ഈ ബോക്സർ ചേട്ടൻ ഒരു സ്കൂൾ നടത്തുന്നുണ്ടെന്ന്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ ഒരു ബയോപിക് എഴുതാൻ തയ്യാറായതും. പൊളിച്ചേ 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 ബോക്സർ ചേട്ടാ. Watch India's largest kids library only on Jio Hotstar. Download the app now.